നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളൊരു നാഗാരാധനയുടെ കേന്ദ്രമാണ് മണ്ണാറശാല. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ നമ്മളുടെ കേരളത്തിൽ കാണില്ല. ഒട്ടുമിക്ക ആളുകളും അവിടെ ദർശനം നടത്തി കാണും. ഒട്ടുമിക്ക ആളുകളും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ശൈവ വൈഷ്ണവ നാഗാരാധനയുടെ സമന്വയമായിട്ടാണ് നമ്മൾ മണ്ണാറശാലേനെ കാണാറുള്ളത്. അതായത് ശൈവ നാഗങ്ങളായിട്ട് കണക്കാക്കുന്ന വാസുകിയും നാഗയക്ഷിയുമാണ് മണ്ണാറശാലയിലെ പ്രധാന പ്രതിഷ്ഠ. അതുപോലെ തന്നെ അനന്തൻ, അതായത് വിഷ്ണു സ്വരൂപമായിട്ട്, അതായത് വൈഷ്ണവ നാഗമായിട്ടാണ് നമ്മൾ അനന്തനെ കാണാറുള്ളത്. വാസുകിക്കും നാഗയക്ഷിക്കും അനന്തനും പുറമെ ശാസ്താവ്, ഭദ്രകാളി, ശിവൻ, ഗണപതി, ദുർഗ ഇത്തരത്തിലുള്ള ഉപദൈവങ്ങളും കൂടി മണ്ണാറശാലയിൽ കുടികൊള്ളുന്നുണ്ട്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ മണ്ണാറശാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടുത്തെ ചില പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചിട്ടും ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ലോങ് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഷോർട്ട് വീഡിയോൻ്റെ തൊട്ട് താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ലോങ് വീഡിയോ കണ്ടു നോക്കണം. അതിൽ ഓരോ വഴിപാടുകളെക്കുറിച്ചും ഓരോ വഴിപാടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോങ് വീഡിയോയിൽ പറയുന്നുണ്ട്.